ദൈവത്തിന് മഹത്വം. യോവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ യഹൂദയുടെയും യെരൂശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും. യോവേലിൻ്റെ പ്രവചന പുസ്തകം പഴയ നിയമത്തിലെ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രാധാന്യമർഹിക്കുന്ന പ്രവചന പുസ്തകമാണ്. മാനസാന്തരപ്പെട്ട ജനം ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ പ്രബോധിപ്പിക്കുന്ന യോവേൽ പ്രവാചകനെ പഴയ നിയമത്തിലെ യോഹന്നാൻ സ്നാപകൻ എന്നാണ് വിളിക്കുന്നത്. യഹൂദയിൽ BC 835 മുതൽ 790 വരെ ഭരിച്ചിരുന്ന യോവേസ് രാജാവിൻ്റെ കാലത്ത് വലിയ കൂട്ടം വെട്ടുക്കിളികളുടെ ആക്രമണം ഉണ്ടാകുകയും ദേശത്തിലെ വിളവുകൾ, കൃഷികൾ മുഴുവനും നശിച്ച് ദേശം വലിയ ക്ഷാമത്തിൻ്റെ പിടിയിൽ അമരുകയും ചെയ്ത ശേഷം യോവേൽ പ്രവാചകൻ ഇസ്രായേലിന് നൽകുന്ന ദൈവിക സന്ദേശമാണ്: നിങ്ങൾക്ക് രണ്ടാമതും ഒരനുഗ്രഹം ദൈവം തരും. അവരുടെ പാപത്തിൻ്റെ പരിണിതഫലമായി ഉണ്ടായ ദൈവിക ശിക്ഷയായിരുന്നു വെട്ടുക്കിളിയുടെ ആക്രമണം. ഈ സാഹചര്യത്തിൽ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ പ്രവാചകൻ അവരെ പ്രബോധിപ്പിക്കുകയാണ്. അങ്ങനെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നവർക്ക് വളരെ കരുണയും ദൈവികമായ അനുഗ്രഹങ്ങളും, നഷ്ടപ്പെട്ടതിൻ്റെ വെട്ടുക്കിളി നശിപ്പിച്ചത് എല്ലാം മടക്കി നൽകുകയും ചെയ്യുന്നുവെന്ന് ദൈവം പറയുന്നു. അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും തൻ്റെ ആത്മാവിനെ പകരുമെന്നും യോവേൽ പ്രഖ്യാപിക്കുകയാണ്. യോവേലിൻ്റെ ഈ പുസ്തകം സത്യസന്ധതയ്ക്ക് അംഗീകാരമായി തൻ്റെ പ്രവചനത്തിൻ്റെ പ്രസക്തി എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് വെളിപ്പെടുത്തുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസിൻ്റെ യോവേൽ പ്രവചനത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ. ദൈവജനം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവർക്ക് വേണ്ടി ഒരു ദിവസം വെച്ചിട്ടുണ്ട്. യഹൂദയുടെയും യെരൂശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകൾ കാലത്തിലും. എല്ലാ കാലവും ജനത്തെ കഷ്ടതയ്ക്കായി ദൈവം വിട്ടുകൊടുക്കുകയില്ല. തുള്ളൻ, വെട്ടുക്കിളി, വിട്ടിൽ, പച്ചപ്പുഴു ഇവയുടെ ആക്രമണം മൂലം ദേശം നശിക്കുന്ന കാര്യം പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ രാജ്യം മുഴുവനായി നശിപ്പിക്കുവാൻ അവയ്ക്ക് കഴിയും. ശത്രുക്കൾ ആ രാജ്യം നശിപ്പിച്ചതിനോട് താരതമ്യപ്പെടുത്തി ചിന്തിക്കാവുന്ന നിലയിൽ ഈ ജനത്തിന് ഉണ്ടായ നഷ്ടങ്ങൾ, പരാജയങ്ങളുടെ നടുവിൽ കരുണ ലഭിക്കേണ്ടതിന് ഉപവാസത്തിനായി ആഹ്വാനം ചെയ്യുകയാണ്. യാക്കോബിൻ്റെ കഷ്ടകാലത്തെക്കുറിച്ച് പറയുന്നതും ഈ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കാം. ദൈവജനത്തിന് വേദനയുടെ ഒരു കാലഘട്ടമുണ്ട്, നിരാശയുടെ ഒരു കാലഘട്ടമുണ്ട്, പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ ആ സ്ഥിതിയിൽ എല്ലാ കാലവും ദൈവം നമ്മെ അനുവദിക്കില്ല. തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുവാൻ നാളുകളും കാലങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. തൻ്റെ ജനത്തിന് രണ്ടാമതൊരു അനുഗ്രഹം നൽകുവാൻ ദൈവം നിർണയിച്ചിരിക്കുന്നു. യഹൂദയെ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്ക് ഞാനൊരു കൊയ്ത്ത് വച്ചിരിക്കുന്നു. സ്ഥിതികളെ മാറ്റുന്ന ദൈവം, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവം, നമ്മുടെ അസാധ്യതകളെ മാറ്റുന്ന ദൈവം ഇന്നത്തെ ദിവസം നമുക്ക് ഉറപ്പു തരുന്നു. നമ്മുടെ താഴ്ചകൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ഞെരുക്കങ്ങൾ, അപമാനങ്ങൾ,
നിന്ദകൾ, ഈ സാഹചര്യങ്ങൾ, ഈ സ്ഥിതികൾ മാറും. അതിനുള്ള നാളുകൾ, കാലങ്ങൾ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവേ, ഇന്നത്തെ ദിവസം ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അനുഗ്രഹങ്ങളും വിടുതലുകളും കൈമാറണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.